എല്ലാ കൂട്ടുകാർക്കും നോളജ് ഹബിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മെറ്റഫർ നമ്മൾ പോയം പഠിച്ചു തുടങ്ങിയ കാലം തൊട്ട് കേൾക്കുന്ന ഒരു വാക്കാണല്ലേ. എന്താണ് മെറ്റഫർ എന്ന് ഇന്ന് നമുക്കൊന്ന് കണ്ടാലോ. മെറ്റഫർ എന്ന് പറയുന്നത് ഒരു ലിറ്റററി ഡിവൈസാണ്. നമ്മുടെ പോയത്തിനൊക്കെ ഫിഗറലായിട്ടുള്ള ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മെറ്റഫർ എന്ന് പറയുന്നത്. മെറ്റഫർ ഈസ് യൂസ് ടു സ്റ്റേറ്റ് ദാറ്റ് വൺ തിങ് ഈസ് അനദർ തിങ്. അപ്പം ഒരു കമ്പാരിസണിന് വേണ്ടി തന്നെയാണ് നമ്മൾ മെറ്റഫർ യൂസ് ചെയ്യുന്നത്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് ആണ് മെറ്റഫേഴ്സ് എന്ന് പറയുന്നത്. കൂടുതലും നമ്മൾ പോയട്രിയിലാണ് മെറ്റഫേഴ്സ് യൂസ് ചെയ്യുന്നത്. പോയറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജിന് കുറച്ചും കൂടി ഒരു ഇമ്പം കൂട്ടാൻ, ഒരു കളറൊക്കെ ആഡപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടറാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് എ ഷൈനിങ് സ്റ്റാർ. അപ്പം അവളൊരു നക്ഷത്രമൊന്നുമല്ല, പക്ഷേ അവൾ അത്രത്തോളം ബ്രൈറ്റാണെന്ന്, അത്ര ഷൈൻ ചെയ്യുന്ന ഒന്നാണെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ മെറ്റഫറിക്കലി യൂസ് ചെയ്യുവാണ് ഷീ ഈസ് എ ഷൈനിങ് സ്റ്റാർ. അവിടെ ഒരു ഡയറക്റ്റ് കമ്പാരിസൺ, രണ്ട് വ്യത്യസ്തമായ ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കമ്പയർ ചെയ്ത് കോൺട്രാസ്റ്റ് ചെയ്ത് വിവരിച്ചേക്കുവാണ്. അങ്ങനെയുള്ളതാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പം മെറ്റഫറിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കാണാം. ഷീ ഈസ് എ ഷൈനിങ് സ്റ്റാർ, ടൈം ഈസ് മണി, മൈ മാം ഈസ് ആൻ ഏഞ്ചൽ. ഇനി നമുക്ക് സിമിലി എന്താണെന്ന് കണ്ടാലോ. സിമിലി എന്ന് പറയുന്നത് അതും മെറ്റഫർ പോലെ തന്നെ ഒരു പോയറ്റിക് ഡിവൈസാണ്. എ സിമിലി ഈസ് എ കമ്പാരിസൺ ഓഫ് ടു തിങ്സ് യൂസിങ് ദ വേർഡ്സ് ലൈക്ക് ഓർ അസ്. മെറ്റഫർ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമ്മൾ കമ്പയർ ചെയ്യുവാണ്. പക്ഷേ സിമിലിയുടെ അത്ര വ്യത്യാസം വരുന്നത് ലൈക്ക് അല്ലെങ്കിൽ അസ് എന്ന് പറയുന്ന വേർഡ്സ് യൂസ് ചെയ്ത് നമ്മൾ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നതാണ് സിമിലി എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിലൊക്കെ കേട്ടിട്ടില്ല ഉപമകളെന്ന് പറയുന്നത്, അതുപോലെയുള്ളതാണ് സിമിലി എന്ന് പറയുന്നതും. സിമിലി ഇപ്പം ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പെൺകുട്ടിയെ ഒരു റോസാപ്പൂവിനോട് ഉപമിക്കുവാണ്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ ലൈക്ക് എ റോസ് എന്ന് പറയുവാണ്. അവിടെ ലൈക്ക് എന്ന് പറയുന്ന ആ വേർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സിമിലി എന്ന് പറയുന്നത്. മെറ്റഫർ ആണെങ്കിലും സിമിലി ആണെങ്കിലും ബോത്ത് ആർ യൂസ്ഡ് ഫോർ കമ്പാരിസൺ. പക്ഷേ സിമിലിയെ മെറ്റഫറിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമാക്കുന്ന കാരണം ആ ലൈക്ക് അല്ലെങ്കിൽ അസ് എന്ന് പറയുന്ന ആ എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന വേർഡ്സാണ്. അപ്പം വ്യത്യസ്തമായിട്ട് നമ്മുടെ സിമിലിയെയും മെറ്റഫറിനെയും രണ്ടിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബോത്ത് ദ തിങ്സ് ആർ യൂസ്ഡ് ടു കമ്പയർ ടു ഡിഫറെൻറ്റ് തിങ്സ്. രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളെ പരസ്പരം കണക്ട് ചെയ്ത് ഒന്നിനെ മറ്റൊന്നിനെ വെച്ച് വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സിമിലിയും മെറ്റഫറും. സിമിലിയിൽ ലൈക്ക് അല്ലെങ്കിൽ അസ് എന്ന് പറയുന്ന വേർഡ്സ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. ബട്ട് മെറ്റഫർ ഡയറക്റ്റ്ലിയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സിമിലി, ഹി വാസ് ആസ് ക്വയറ്റ് എസ് എ മൗസ്. ഒരു എലിയെപ്പോലെ പതുങ്ങി അല്ലെങ്കിൽ ക്വയറ്റായിട്ടുള്ള ആളാണ് അവൻ എന്ന് പറയുന്നു. ഷി സ്വാം ലൈക്ക് എ ഫിഷ്. അവളൊരു മീനിനെ പോലെ നീന്തുന്നു എന്നാണ് പറയുന്നത്. ടൈം ഈസ് മണി, അലി ഈസ് എ വാക്കിംഗ് ഡിക്ഷണറി. അലി എന്ന് പറയുന്നത് നടക്കുന്ന ഒരു ഡിക്ഷണറിയാണെന്ന് പറയുന്നത്. അത്രത്തോളം അറിവ് അവനിലുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് മെറ്റഫർ ആണെങ്കിലും സിമിലി ആണെങ്കിലും. കൂട്ടുകാർക്കെല്ലാവർക്കും മെറ്റഫർ എന്താണെന്നും സിമിലി എന്താണെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.